വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിൽ CBI അന്വേഷണ ഉത്തരവിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ച കിഫ്ബി CEO KM എബ്രഹാം തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് KM എബ്രഹാം കത്തിൽ ആരോപിച്ചു. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗൂഢാലോചന അന്വേഷിക്കണം എന്നാണ് ആവശ്യം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇതിലൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് ജോമോൻ പുത്തൻപുരയ്ക്കൽ മാത്രമല്ല, മറ്റ് രണ്ടുപേർ കൂടി ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട്. അത് IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ KM എബ്രഹാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ ഉള്ളടക്കം? KM എബ്രഹാമിന്റെ ഈ നീക്കത്തെ എങ്ങനെ കാണണം ഷഫീദ്? റിജിത്ത്, അത്യസാധാരണ നീക്കം എന്നല്ലാതെ നമുക്കിതിനെ കാണാൻ കഴിയില്ല. കാരണം നിലവിൽ കോടതി ഇടപെട്ടുകൊണ്ട് കോടതി പ്രഖ്യാപിച്ച ഒരു CBI അന്വേഷണം, ആ അന്വേഷണ ഉത്തരവിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന് തന്റെ അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ഹർജിയിന്മേൽ നടന്ന ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണമെന്ന കിഫ്ബി CEOയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരാളെന്ന നിലയിൽ KM എബ്രഹാം ഒരു കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ കിഫ്ബി ജീവനക്കാർക്ക് അയച്ച വിഷു സന്ദേശത്തിൽ KM എബ്രഹാം പുതിയ വിവാദത്തെക്കുറിച്ച് വിശദമായി പ്രതികരിച്ചിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. മാത്രമല്ല 58-ലധികം പേജുകൾ ഉള്ളൊരു കത്താണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ആ കത്തിൽ ഗൂഢാലോചന, അതായത് ഹർജിക്കാരനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലും മറ്റ് രണ്ടുപേരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി KM എബ്രഹാം വ്യക്തമാക്കുന്നുണ്ട്. ആ തെളിവുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ചില സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്റെ പക്കലുണ്ട്. തനിക്കെതിരെ 2015 മുതൽ നടന്ന ഗൂഢാലോചനയുടെ തെളിവുകൾ, അതേപോലെ തന്നെ നിലവിലിപ്പോൾ ആരോപണ വിധേയമായിട്ടുള്ള സംഭവങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷനുള്ള വിവരങ്ങളും അടക്കമുള്ള വിവരങ്ങളും KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ വിഷയത്തിൽ ഈ കോടതി നടപടിയടക്കം സധൈര്യം നേരിടുമെന്ന് കഴിഞ്ഞ ദിവസം KM എബ്രഹാം ഈ കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷു സന്ദേശത്തിൽ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ഈ കാര്യമായി തന്നെ എടുക്കാൻ, അതായത് കാര്യമായി തന്നെ അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ആ കത്തിന്റെ പൂർണ്ണ പകർപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുള്ള ആ പൂർണ്ണ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹം ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ, താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നവർ ആ മറ്റു രണ്ടുപേർ, അതായത് ജോമോൻ പുത്തൻപുരയ്ക്കലിനെ കൂടാതെ താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ള രണ്ടുപേർ, ആ രണ്ടുപേർക്കെതിരെ കൂടി വളരെ ഗൗരവത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം KM എബ്രഹാം ഉന്നയിക്കുന്നുണ്ട്. 3 പേരും സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് രേഖ തന്റെ പക്കലുണ്ടെന്നും തനിക്കെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനാണ് എന്നുള്ള കാര്യം കൂടി KM എബ്രഹാം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 പേർക്കെതിരെയാണ് KM എബ്രഹാം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഒന്നാമത്തെയാൾ നമുക്കറിയാം ഹർജിക്കാരനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലാണ്. രണ്ടാമത്തേത് മുൻ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ജേക്കബ് തോമസ് ആണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. മൂന്നാമതും അതേ രീതിയിലുള്ള ഉദ്യോഗസ്ഥനെതിരെ പുതിയ ആരോപണം അത് KM എബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഹർജിക്കാരന് തന്നോട് വൈരാഗ്യം തോന്നാനുള്ള കാരണം താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ ഹർജിക്കാരൻ PW റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്ത് താൻ കണ്ടെത്തി, അതിലുള്ള വൈരാഗ്യം. ജേക്കബ് തോമസിന് തനിക്കെതിരെയുള്ള വൈരാഗ്യം, അതേപോലെ തന്നെ താൻ ഈ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ള അദ്ദേഹം നടത്തിയ 20 കോടി തിരിമറി, അതിനെക്കുറിച്ചും താൻ കണ്ടെത്തി. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇവരോടൊപ്പം ഒരാൾക്ക് കൂടി തന്നോട് വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഗൂഢാലോചന നടത്തിയ ഗൂഢാലോചനയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം അപകീർത്തിപ്പെടുത്താനാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ സ്വത്തിന്റെ കാര്യത്തിൽ ഹാജരാക്കിയ രേഖകൾ കോടതി പരിശോധിച്ചോ എന്ന് താൻ സംശയിക്കുന്നു എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ KM എബ്രഹാം പറയുന്നുണ്ട്. ഭാര്യയുടെ അക്കൗണ്ടിലെ മുഴുവൻ രേഖകളും പരിശോധിച്ചില്ല കോടതി. അതേപോലെ കൊല്ലത്തെ വിവാദ കെട്ടിടം അതിന്റെ പണിയടക്കം താനും സഹോദരന്മാരും തമ്മിലുള്ള ധാരണാപത്രം അനുസരിച്ചാണെന്നും KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലും വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് അത് നിർണായകമാകും. പ്രത്യേകിച്ച് ഒരു കോടതി ഉത്തരവിന്മേൽ, CBI അന്വേഷണം നിർദ്ദേശിച്ചുള്ള കോടതി ഉത്തരവിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് വലിയ രീതിയിൽ വിചിത്രമായ ഒരു സംഭവമായി മാറും. അതിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ഏതായാലും ഈ വിഷയമുണ്ടായി കോടതി തന്നെ ഡയറക്റ്റ് ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഏതെങ്കിലും തരത്തിൽ KM എബ്രഹാമിനെ കൈവിടുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിയിരുന്നില്ല മുഖ്യമന്ത്രി. പക്ഷേ കൂടുതൽ ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിലെടുക്കുന്ന തീരുമാനം, നിലപാട് അത് നിർണായകമാകും. ഏതായാലും അത്യസാധാരണമായ ഒരു സംഭവമാണ്. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് കിഫ്ബി CEO KM എബ്രഹാം ഇപ്പോൾ മുഖ്യമന്ത്രിയോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഷഫീദ്, ഇതൊരു സാധാരണ ഉദ്യോഗസ്ഥനല്ല. KM എബ്രഹാമാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ തന്നെ തൻ്റെ കൈവശം ചില തെളിവുകളുണ്ട്, സംഭാഷണങ്ങളടക്കം എന്ന കാര്യം KM എബ്രഹാം ചൂണ്ടിക്കാട്ടുന്നു.
മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ സ്ഥാനമൊഴിയുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? മറ്റൊന്ന് ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനെ അപ്പീലുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം KM എബ്രഹാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഷഫീർ, അപ്പീൽ KM എബ്രഹാം പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹം സ്വാഭാവികമായും അപ്പീലിനുള്ള സാധ്യതകളും സൂചനകളും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടായിരിക്കും നിർണായകമാവുക. കാരണം ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് എടുത്തൊരു തീരുമാനമാണ് CBI അന്വേഷണം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു CBI അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിലേക്ക് വഴിവെച്ച ഹർജിക്കാരനെ ഒരു പ്രത്യേക അന്വേഷണത്തിന്റെ പരിധിയിൽ സർക്കാർ കൊണ്ടുവന്നാൽ അത് ഒരു പക്ഷേ കോടതിയിൽ നിന്നടക്കം സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വരിക വിചിത്രമായിട്ടുള്ള ചില രീതികളും സമീപനങ്ങളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിരിക്കും സർക്കാർ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. അതേസമയം KM എബ്രഹാം ഈ കത്തിൽ പറയുന്നുണ്ട് താൻ ഏതെങ്കിലും തരത്തിൽ ഈ പദവിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഈ വിഷയം പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാം. താൻ ആ സ്ഥാനത്ത് പ്രത്യേകിച്ച് 2 പ്രധാനപ്പെട്ട ചുമതല അദ്ദേഹം ഇരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു സെക്രട്ടറി പോസ്റ്റാണ്. രണ്ടാമത്തേത് കിഫ്ബി CEO, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പദ്ധതിയുടെ തലപ്പത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഇക്കാര്യത്തിലെ പ്രതിരോധം എന്നതിനപ്പുറത്തേക്ക് കോടതി നടപടികൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന ഓരോ നീക്കങ്ങളും നിർണായകമാകും. മാത്രവുമല്ല ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതടക്കം മുൻപ് നമ്മുടെ സംസ്ഥാനത്തിലെ IAS ഉദ്യോഗസ്ഥൻ പങ്കുവച്ചിട്ടുള്ള കാര്യമല്ല. മാത്രവുമല്ല അത് ഉന്നയിക്കുന്നത് മുൻ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ഒരാൾക്കെതിരെ കൂടിയാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനം ഉടൻ എടുക്കുമായിരിക്കാം. ഒരു പക്ഷേ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനത്തിൽ KM എബ്രഹാമിനെ തള്ളാതെയുള്ള തീരുമാനം മുഖ്യമന്ത്രി ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലും അങ്ങനെ തന്നെയുള്ള തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അത് എങ്ങനെ നയപരമായി നടപ്പിലാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് ഈ CDR, അദ്ദേഹം പറയുന്നു ചില ഈ ഗൂഢാലോചന സംബന്ധിച്ച CDR തന്റെ പക്കലുണ്ട്. മാത്രവുമല്ല ചില ഫോൺ സംഭാഷണങ്ങൾ തന്റെ പക്കലുണ്ട് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ സമീപനം അത് വളരെയധികം നിർണായകമായി മാറുകയും ചെയ്യും. റിജിത്ത്, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. അസാധാരണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ KM എബ്രഹാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആക്ഷേപവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിൽ വിശദമായ അന്വേഷണം വേണം, IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അതിൽ അന്വേഷണം വേണം, തന്റെ ഭാഗത്ത് തന്റെ കൈവശം ചില തെളിവുകളുണ്ട് എന്നതടക്കം KM എബ്രഹാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്താണ് ഇതിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് ഈ ആവശ്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്.